2022 കണ്ണൂരിൽ ഭർത്താവിന്റെ ആസിഡാക്രമത്തിൽ മരണപ്പെട്ട നിജിതയുടെ മകൾക്ക് അടിമാലിയിൽ സ്നേഹവീടൊരുങ്ങി. അടിമാലി 1000 ഏക്കറിലാണ് സുമനസ്സുകളുടെ സഹായത്താൽ സ്നേഹഭവനം പണികഴിപ്പിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ സ്നേഹവീടിന്റെ ആശീർവാദം നിർവഹിച്ചു. പോയ കാലത്തെ പൊള്ളുന്ന ഓർമ്മകളിൽ നിന്ന് കണ്ണൂരിൽ ആസിഡാക്രമണത്തിൽ മരണപ്പെട്ട നിജിതയുടെ മക്കൾ സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും പുതിയ വീട്ടിലേക്ക് നടന്നു കയറി. ഇന്നു മുതൽ ഇവർക്ക് അടിമാലി 1000 ഏക്കറിൽ സുമനസ്സുകൾ തീർത്തു നൽകിയ സ്നേഹഭവനത്തിൽ അന്തിയുറങ്ങാം. ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ നിജിതയുടെ മകളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് അടിമാലി 200 ഏക്കറിലുള്ള പൊള്ളൽ ചികിത്സാലയമായ സ്നേഹസാന്ത്വനത്തിലെ ചികിത്സയായിരുന്നു. വൈദ്യരത്നം ജോർജ് ഫിലിപ്പ് വൈദ്യരായിരുന്നു പാരമ്പര്യ ചികിത്സയിലൂടെ ബാലികയ്ക്ക് തുണയായത്. ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിയെങ്കിലും ബാലികയ്ക്കും സഹോദരനും ഇവർക്ക് തണലായി നിന്ന വല്യമ്മയ്ക്കും കയറിക്കിടക്കാൻ സ്വന്തമായി ഭവനമുണ്ടായിരുന്നില്ല. തുടർന്ന് ജോർജ് ഫിലിപ്പ് വൈദ്യർ തന്നെ ഇവർക്ക് വീട് നിർമ്മാണത്തിനായി 5 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകി. 1000 ഏക്കറിലെ ഈ സ്ഥലത്താണ് സ്നേഹഭവനം ഒരുങ്ങിയിട്ടുള്ളത്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA സ്നേഹവീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. ഭക്ഷണമാണ്, വീടാണ്, വസ്ത്രമാണ്. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഭക്ഷണമാണ്, വീടാണ്, പാർപ്പിടമാണ്, വസ്ത്രമാണ്. മനുഷ്യന് ഏറ്റവും അത്യാവശ്യം. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല എന്ന് മലയാളികൾ കേട്ട പാട്ട് ഇപ്പോഴും അതിന്റെ അർത്ഥതലങ്ങൾ നിലനിൽക്കുകയാണ്. അവിടെയാണ് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാനുള്ള സ്ഥലം നൽകി. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ സ്നേഹവീടിന്റെ ആശീർവാദം നിർവഹിച്ചു. താക്കോൽദാന ചടങ്ങിൽ മാർ ജോൺ നെല്ലിക്കുന്നേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂളിന്റെ ഹെഡ്മിസ്ട്രസും പ്രിൻസിപ്പലും എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം നേതൃത്വം നൽകിയ CMC കാർമലഗിരി പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യലമ്മ സിസ്റ്റർ പ്രദീപ, കുമ്മൻപാറ സ്കൂളിലെ അധ്യാപകർ, ഹെഡ്മിസ്ട്രസ്, അതുപോലെ പ്രിൻസിപ്പാൾ, വിദ്യാർത്ഥികൾ, ഇവർക്ക് നേതൃത്വം കൊടുത്ത നല്ലവരായ ഈ അടിമാലി മേഖലയിലെ വ്യക്തികൾ, നമ്മുടെ വൈദികർ, പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാരെല്ലാം ഇവിടെയുണ്ട്. അവരെല്ലാം ഇന്ത്യയുടെ ഓർക്കുന്നു. ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെയെത്തിയ നിജിതയുടെ മകൾ കുമ്മൻപാറ ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനം നടത്തുന്നത്. പെൺകുട്ടിയുടെ സഹോദരൻ വയനാട്ടിലും പഠനം നടത്തുന്നു. ജോർജ് ഫിലിപ്പ് വൈദ്യർക്കൊപ്പം കുമ്മൻപാറ ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കൂടി നേതൃത്വത്തിലാണ് വിവിധ സുമനസ്സുകളുടെ സഹായത്താൽ സ്നേഹവീടിന്റെ പൂർത്തീകരണം സാധ്യമാക്കിയത്. മുൻ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് തറക്കല്ലിട്ടായിരുന്നു വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വീട്ടിലേക്ക് വേണ്ടുന്ന മുഴുവൻ ഫർണിച്ചറുകളും ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും PTA-യുടെയും സഹകരണത്തോടെയാണ് വാങ്ങി നൽകിയത്. ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സിസ്റ്റർ പ്രദീപ CMC അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു, മുൻ MLA AK മണി, റവറൻ ഫാദർ തോമസ് തൂമ്പങ്ങൽ, സിസ്റ്റർ ക്രിസ്റ്റീന, ജോർജ് ഫിലിപ്പ് വൈദ്യർ, റവറൻ ഫാദർ എൽദോസ് കുറ്റപ്പാല കോർ എപ്പിസ്കോപ്പ, വിവിധ വൈദികർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാംസ്കാരിക രംഗത്തെ ആളുകൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വീട് നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിവിധ ആളുകളെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.